ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഒപ്റ്റിക് അട്രോഫി അതൊരു വല്ലാത്തൊരു അസുഖമാണ്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതായത് 2009 ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എടുത്തിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പരീക്ഷയുടെ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് തന്നെ CMAയും സൈഡിലൂടെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. രണ്ടും പഠിക്കുമായിരുന്നു, കമ്പനിയായിട്ട് തന്നെ പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സാഹചര്യം അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്കൊരു കാഴ്ചക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കുണ്ടായില്ല. ഒരു ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അങ്ങനെയൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാത്രി ഒരു റമദാൻ മാസത്തിലാണ് എനിക്ക് നല്ലൊരു തലവേദന വന്നു. തലവേദന എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്, വല്ലാത്തൊരു തലവേദന. അങ്ങനെ ശക്തമായ തലവേദന ആയതുകൊണ്ട് മൈഗ്രെയിൻ ഉമ്മച്ചിക്കുണ്ട്. അപ്പോൾ ഉമ്മച്ചിയുടെ മൈഗ്രെയിൻ്റെ ഒരു ഗുളിക വാങ്ങി കഴിച്ചു. അപ്പോൾ കുറച്ച് കുറവുണ്ടായി. പിന്നെയും ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു. അപ്പോൾ ഒരു പാരസെറ്റമോളും കഴിച്ചു. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ അത് മാറി, തലവേദന മാറി. പക്ഷേ എന്നിലെ വ്യത്യാസം അപ്പോൾ മുതൽ ഞാൻ കണ്ടു തുടങ്ങി. അതായത് ഒറ്റ രാത്രി കൊണ്ട് വന്ന വ്യത്യാസമാണ്. അതിന് കണ്ണ് ചെറിയൊരു മങ്ങൽ പോലെ, അക്ഷരങ്ങളൊന്നും കാണുന്നില്ല. ഒരു അത്ഭുതകരമായ അവസ്ഥ. പക്ഷെ ആൾക്കാരൊക്കെ കാണും, അക്ഷരങ്ങളൊന്നും ക്ലിയർ ആവണില്ല. അങ്ങനെ അന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. പുറത്തിറങ്ങുമ്പോൾ ലോങ്ങോട്ടുള്ളതും കാഴ്ച വൈകല്യമുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ഞാനിപ്പോൾ വീട്ടിൽ പറഞ്ഞു, ആകെ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, ആകെ ഒരു വല്ലാത്തൊരു മൂഡിൽ വന്നേക്കുന്നത് കണ്ണിന്. ഉമ്മയോടും മാപ്പിയോടും പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അവർ ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറയുകയാണ്, ഒരു കണ്ണിൽ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി ഒരു കണ്ണിൽ 20% കാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഒപ്റ്റിക് അട്രോഫി, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, ടെട്രാബൾബറ ന്യൂറൈറ്റിസ്, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്നൊക്കെ പേരുകളുള്ള ഒരു അസുഖമാണ്. അത് കോടികളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന അസുഖം വെറും 2 ദിവസം കൊണ്ട് എനിക്ക് സംഭവിച്ചു. ഇതാണ് ഒപ്റ്റിക് അട്രോഫി. അങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു. ഒരുപാട് അവർ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകൾ അവർ ചെയ്തു. സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻസാണ് അതിന് അവർ കണ്ടെത്തിയ മാർഗങ്ങൾ ആ കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ ഒരുപാട് മരുന്നുകൾ അതിന് ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇഞ്ചക്ഷന് വില ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ഇഞ്ചക്ഷന് 1 ലക്ഷമോ 2 ലക്ഷമോ എങ്ങാണ്ടാണ് വില. അതെടുത്താൽ ഇതിന് തടയാൻ പറ്റും, സ്പോട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ എനിക്ക് റിക്കവറി ഉണ്ടാവില്ല. കാരണം ഈ ഒപ്റ്റിക്കൽ അട്രോഫി എന്ന് പറയുന്ന അസുഖം നമ്മളുടെ ബ്രെയിനും കണ്ണുമായിട്ടുള്ള കണക്ഷന് വരുന്ന പ്രോബ്ലമാണ്. അതാണ് ഒപ്റ്റിക്കൽ അട്രോഫി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ടോർച്ച് എടുത്തു. ആ ടോർച്ചിൽ ലൈറ്റ് ബൾബുണ്ട്, ബാറ്ററി ഉണ്ട്. പക്ഷേ അതിൻ്റെ വയർ കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി പുതിയതായിട്ടും ബൾബ് നന്നായിട്ടും അതിന് കാരണമില്ല. ലൈറ്റ് കത്തില്ല. കാരണം എന്താ? ആ വയർ മാറ്റണം. വയറിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ സപ്ലൈ പോകുന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ബ്രെയിനും കണ്ണുമായിട്ടുള്ള ആ ഞരമ്പ്, ഒപ്റ്റിക് നെർവ്, അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അതിന് ചികിത്സയില്ല.